ഒരാളുടെ ജീവിതം അതുമാത്രം മതിയായിരുന്നു നമ്മുടെ ലോകത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ. എങ്ങനെയെന്നല്ലേ? ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വാട്ട് ഇഫ് ചോദ്യം. അലക്സാണ്ടർ BC 323 മരിച്ചില്ലായിരുന്നെങ്കിൽ? ഒരൊറ്റ സംഭവം, പക്ഷെ 2 ലോകങ്ങൾ, നമ്മുടെ ലോകവും ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന മറ്റൊരു ലോകവും. അലക്സാണ്ടർ മരിച്ചതോടെ വലിയൊരു പവർ വാക്യൂമുണ്ടായി. ജനറൽമാർ തമ്മിലടിച്ച് സാമ്രാജ്യം ചിതറിപ്പോയി. കൃത്യം ആ ഒരു അവസരം മുതലെടുത്താണ് റോം വളർന്നത്. അപ്പം അങ്ങനൊരു അവസരം ഉണ്ടായില്ലായിരുന്നെങ്കിലോ? അലക്സാണ്ടർ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ റോമിനെപ്പറ്റി കേൾക്കുക പോലുമില്ലായിരുന്നു. അതാണ് ആദ്യത്തെ വലിയ മാറ്റം. കാരണം ആ സമയത്ത് റോം വെറുമൊരു കൊച്ചു ശക്തിയായിരുന്നു. ഇറ്റലിയിലെ മറ്റു ഗോത്രങ്ങളുമായി യുദ്ധം ചെയ്തു നിൽക്കുന്നു. പക്ഷേ അലക്സാണ്ടറോ? പടിഞ്ഞാറോട്ടെ, അതായത് ഇറ്റലിയും കാർത്തേജുമൊക്കെ പിടിക്കാനുള്ള പ്ലാനിലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പടയോട്ടത്തിനു മുന്നിൽ ഈ വളർന്നുവരുന്ന റോം ഒരു ചെറിയ തടസ്സം പോലുമായിരുന്നില്ല. ഈസിയായി കീഴടക്കാമായിരുന്നു. അപ്പോൾ ഫലമെന്താ? സിമ്പിളാണ്. നമ്മൾ ഇന്നറിയുന്ന റോമൻ സാമ്രാജ്യം എന്നൊന്ന് ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ റോമില്ല, പകരം അറിവിന്റെ ലോക തലസ്ഥാനമായി അലക്സാണ്ട്രിയ മാറുമായിരുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ചരിത്രത്തിലും അലക്സാണ്ട്രിയൻ ലൈബ്രറി ഗംഭീരമായിരുന്നു. പക്ഷേ ഫണ്ടിങ്ങും രാഷ്ട്രീയ പ്രശ്നങ്ങളും അതിനെ തളർത്തി. പക്ഷേ ഈ ടൈം ലൈനിലോ അലക്സാണ്ട്രിയ അറിവിന്റെ ഇമ്പീരിയൽ ക്യാപിറ്റലായി മാറുമായിരുന്നു, ഒരു സംശയവുമില്ല. സാമ്രാജ്യത്തിന്റെ മുഴുവൻ പണവും ഇതുപോലുള്ള വമ്പൻ പ്രൊജക്റ്റുകളിലേക്ക് വരുമായിരുന്നു. ലൈബ്രറികൾ, ഒബ്സർവേറ്ററികൾ, അങ്ങനെ പലതും. ഇനി വരാൻ പോകുന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന മാറ്റമാണ്. ലോകത്തിന്റെ വിശ്വാസങ്ങളെയും ചിന്തകളെയും ഇതെങ്ങനെ മാറ്റുമായിരുന്നു? റോമിന്റെ തകർച്ചയിൽ നിന്നാണ് ക്രിസ്തുമതവും ഇസ്ലാം മതവും വളർന്നത്. പക്ഷേ ഈ ലോകത്ത് റോമില്ലല്ലോ. അപ്പോ പിന്നെ എന്തു സംഭവിക്കും? അബ്രഹാമിക് മതങ്ങൾക്ക് പകരം ഗ്രീക്ക് ഈജിപ്ഷ്യൻ മിത്തുകളും സ്റ്റോയിക് ഫിലോസഫിയുമൊക്കെയാവും പ്രധാനം. ഗ്രീക്ക് ചിന്തകളും കിഴക്കൻ പാരമ്പര്യങ്ങളും ചേരുമ്പോൾ നമ്മുടെ ലോക കാഴ്ചപ്പാട് തന്നെ വേറൊരു ലെവലിലെത്തിയേനെ. അപ്പോ ഈ 2 ലോകങ്ങളെയും ഒന്ന് താരതമ്യം ചെയ്താൽ എന്താകും അവസ്ഥ? നോക്കൂ, രാഷ്ട്രീയം, ശാസ്ത്രം, മതം എല്ലാത്തിന്റെയും അടിത്തറ തന്നെ മാറിപ്പോയേനെ. 2 വ്യത്യസ്ത ലോകങ്ങൾ. ചോദ്യം ഇതാണ്: ഒരാളുടെ ജീവിതത്തിന് ശരിക്കും ഒരു ലോകത്തിന്റെ ഭാരം താങ്ങാനാകുമോ? അത്രമാത്രം ദുർബലമാണോ നമ്മുടെ ചരിത്രം?